ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മൾ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. നമ്മൾ എത്തിയിട്ടുള്ളത് ബിസ്മി യൂസ് കാർ ഷോറൂമിലാണ്. ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് തിരൂര് താന്നൂർ റോട്ടിലാണ്. തിരൂർ താന്നൂർ റോട്ടില് മലപ്പുറം ജില്ലയിൽ പരപ്പനങ്ങാടിൻ്റെ താന്നൂര് നടുവിൽ പരപ്പടിയിലെ സ്ഥലം വേണ്ടല്ല. സെലീറിയ 14 മോഡൽ. എത്ര ഓണർഷിപ്പ്? സെക്കൻഡ്. റീപ്ലേസ് ഒന്നുമില്ല? ഒന്നുമില്ല. 60,000 ഓടിയുള്ളൂ. ലോ കിലോമീറ്റർ വണ്ടിയല്ല. ആ, ടയറൊക്കെ അത്യാവശ്യം ആവറേജ് ഉണ്ടല്ലേ? നല്ല ടയറാ. ഇത് മാനുവൽ അല്ല? മാനുവൽ. ഇത് എത്ര ലാസ്റ്റ് കൊടുക്കാം? ഇത് 2,70 ചോദിക്കണത്. മഴക്കാല ഓഫർ 2,60. 2,60 കൊടുക്കല. ലോൺ കിട്ടുന്നത്? ലോൺ 2,40. അപ്പൊ 20,000 റുപ്യക്ക് വണ്ടി ഇറക്കല. ഇറക്കാം. അടുത്ത ആൾട്ടോ 800 എത്ര മോഡൽ ഉണ്ട്? 2014 സെക്കൻഡ് ഓണർ. 70,000 രൂപ വണ്ടി. റീപ്ലേസ് നീണ്ടത്? ഒന്നുമില്ല. സെക്കൻഡ് ഓണർ വണ്ടി. സെക്കൻഡ് ഓണർ വണ്ടി അല്ലേ? ഇത് 1,70. ലോൺ കിട്ടും വണ്ടി? ഇത് 1.5 രൂപ ലോൺ കിട്ടും. അപ്പൊ ഇത് 20,000 റുപ്യ ഉണ്ടെങ്കിൽ ഈ വണ്ടി ഇറക്കാം. ഈ വണ്ടി ഇറക്കല. 2015 റെഡിഗോ ഗോ പ്ലസ് 7 സീറ്റർ. എത്ര ഓണർഷിപ്പ്? സിംഗിൾ ഓണർ. സീ കാറൊക്കെ ഉണ്ടല്ലേ? ഇത് എത്ര കിലോമീറ്റർ ഓടിക്കണേ? 80. ഫുൾ ഓപ്ഷൻ. ലോൺ കിട്ടും വണ്ടി? 1,60 വരെ കിട്ടും. ഇതിന് വില 1,90. 1,90. അപ്പൊ 30,000 റുപ്യക്ക് ഈ വണ്ടി ഇറക്കാം. സെന്ന് 201 സെന്നിലാ. ഇപ്പൊ ആർട്ട് ചെയ്യാനൊക്കെ ഉള്ളതായിക്കണല്ലോ. ഇപ്പൊ ചെറിയ കുട്ടികളൊക്കെ വരും. 40 റുപ്യ കൊടുക്കാം. 40,000 ഇൻഷുറൻസ് എടുത്തു കൊടുക്കും. ഇൻഷുറൻസ് പാർട്ടി എടുക്കണമെങ്കിൽ 35 റുപ്യ. പേപ്പർ ഈ കൊല്ലം കൂടെ ഉള്ളൂ. ഈ കൊല്ലം ലാസ്റ്റ് പേപ്പർ തീരും. 40 റുപ്യക്കില്ല? 40 റുപ്യക്ക് സെന്ന്. ഒരു പഠിക്കൽ ആവശ്യത്തിനൊക്കെ പറ്റിയ വണ്ടിയില്ല. വണ്ടി 2007 സെന്ന് സ്റ്റീലോ. ബ്ലാക്ക് കളറ്. ആ, ഒരു 60,000 റുപ്യ. സീറ്റ് കവറൊക്കെ ഉണ്ടല്ലേ? ആ, മോട്ടോർ സൈക്കിളിന്റെ പൈസ 60,000 റുപ്യക്ക്. 60 റുപ്യ ഒറ്റ പ്രൈസ് ആട്ടോ. ഇപ്പൊ മഴക്കാണ്. അപ്പൊ ഒരു ബൈക്കിന് വിലക്കില്ല. സ്കൂൾ കൊണ്ടാക്കാൻ ചെറിയ ചെറിയ ആവശ്യത്തിന് 60,000 റുപ്യ കൊടുക്കാം. AC പവർ സ്റ്റിയറിംഗ് ഉള്ള മാരുതി. ഇത് വെറും 50 റുപ്യ കൊടുക്കാം. 2000 മോഡല് 50 റുപ്യക്ക്. മാരുതി 800. ഇത് എത്ര ഓണർഷിപ്പ്? ഇത് 4 ഓണർഷിപ്പ്. റീപ്ലേസ് ഒന്നുമില്ല? ഇല്ല. AC ഉണ്ട്, പവർ സ്റ്റിയറിംഗ് ഉണ്ട്. ഒരു 50,000 റുപ്യക്കാണ് 2000 മോഡല്. ഇത് 2010 പുതിയ പേപ്പർ 5 കൊല്ലം. ഇത് എത്ര ഓണർഷിപ്പ്? 4 4 LPG ഉണ്ട്. അപ്പൊ അത്യാവശ്യം മൈലേജ് ഒക്കെ ഉണ്ടാവും വണ്ടി. ആ, റീപ്ലേസ് നിന്ന് വണ്ടി? ഒന്നുമില്ല. എത്ര കിലോമീറ്റർ ഓടിക്കുന്ന വണ്ടി? 5 കിലോമീറ്റർ 1 ലക്ഷം. 1 ലക്ഷം ഓടിക്കുക. ഇത് എത്ര കൊടുക്കുക ലാസ്റ്റ്? 1,15. 1,15. ഇത് 1,30 ചോദിച്ച വണ്ടിയാണ്. ഇപ്പോൾ ചെറിയ വണ്ടികളൊക്കെ ഞങ്ങൾ കൊടുക്കുകയാണ്. ഇന്ന് കുറച്ച് വലിയ വണ്ടിയും മോഡൽ കൂടിയ വണ്ടികളും എടുക്കാനുള്ള പരിപാടിയിലാണ്. കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ പുതിയ എക്സ്പ്രസ് ഉണ്ടായിരുന്നു, അത് വിറ്റുപോയി. ഷിഫ്റ്റ് ഉണ്ടായിരുന്നു, വിറ്റ്. എല്ലാം വില കൊടുക്കണം. ഈ ഇന്നോവ 2013 6 റുപ്യക്ക് വിറ്റിട്ട് ഡെലിവറിക്ക് വേണ്ടി കാത്തിക്കാണ്. ഇപ്പോൾ കൊണ്ടുപോകും. വൈറ്റ് ഉണ്ടാവില്ല. 2013 വിറ്റ വണ്ടിയാണ്. 2008 MPFI AC. രണ്ടാമത്തെ ഓണർ 75 റുപ്യ. അപ്പൊ മൂന്നാമത്തെ ഒരു 800 ആണ്. ആ, മാരുതി 800.
ഇത് എത്ര ഓണർഷിപ്പിക്കണേ? ഇത് രണ്ടാള്. രണ്ടാള്. ഇതെത്ര കസ്റ്റമർ ലാസ്റ്റ് കൊടുക്കാം? 75 കൊടുക്കാം. 75 റുപ്യ ആയില്ല. സ്പെഷ്യൽ ഓഫർ 2007 LXI ചെറിയൊരു പൈസക്ക് 60,000 റുപ്യ കൊടുക്കാം. 60,000 റുപ്യക്ക് കൊടുക്കാം. വരണ പോലെ ലാസ്റ്റ് ഒരാൾ പേപ്പർ തീരും. LXI ഏതാ മോഡൽ പറഞ്ഞ്? 2007. രണ്ടാമത്തെ മോഡലേ? ഇനി 60,000 കുറയില്ല. ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് വില. ലോ ബഡ്ജറ്റ് ബാർഗൈനിങ് ഇല്ല. കുറേ വണ്ടികളുണ്ട് ഇവിടെ. നാനോ അതാ മോഡലിന്റെ? 2014 നാനോ 50,000 റുപ്യ. എത്ര ഓണർഷിപ്പിക്കണേ? ഇത് നാലാള്. 50,000 റുപ്യക്ക് നാനോ ഉണ്ട് ഇവിടെ. ഇത് സിംഗിൾ ഓണർ നാനോ. ഓണർ സിംഗിൾ അല്ലേ? 50,000 ഫൈനൽ റേറ്റിലാ? 2014 ഇതും. ഇത് AC ഉണ്ട്, പവർ സ്റ്റിയറിംഗ് ഉണ്ട്. ഇത് സിംഗിൾ ഓണറാ. ഇത് 80 റുപ്യ. 80,000 റുപ്യക്ക് 2014 മോഡല് കൊടുക്കാം. ഇത് ലോണ് കിട്ടൂലല്ലോ? ലോൺ കിട്ടില്ല. കമ്പനി ഞാൻ നിർത്തിക്കൊണ്ട് ലോൺ കിട്ടാൻ ചാൻസ് ഉണ്ടാവില്ല. ഒരു 80,000 റുപ്യക്കിലാ? ഇത് 2010 പുതിയ പേപ്പർ എടുത്തേക്കണേ. മുകളിൽ റൂഫൊക്കെ ഉണ്ട്. ഓട്ടോമാറ്റിക് വണ്ടി. ഇത് 1.75 ലാസ്റ്റ്. സൺറൂഫ് ഒക്കെ ഉള്ള ഐറ്റനാണ്. പുതിയ പേപ്പർ. ഓട്ടോമാറ്റിക് ആണല്ലേ? കാപ്പ എഞ്ചിൻ. അപ്പൊ അത്യാവശ്യം പവർ മൈലേജ് ഒക്കെ ഉണ്ടാവുന്നുണ്ട് വണ്ടിയുടെ. ഇത് എത്ര രൂപ ലാസ്റ്റ്? 1.75. 2005 കേരള വണ്ടി ഇനോവ. ഓണർഷിപ്പ് കുറച്ച് കൂടുതലാണ്. ടൈപ്പ് 4 ആക്കിയാണ്. 2030 വരെ പേപ്പർ ഉണ്ട്. ഇത് 2.70 നമ്മൾ ചോദിക്കണത്. ഫൈനൽ ഒരു 2.60 കിട്ടിയാൽ കൊടുക്കാം. ഇത് കുറയില്ല. ടൈപ്പ് 3 4 ടൈപ്പ് 4 കേരള വണ്ടി. ഇത് എത്ര ഓണർഷിപ്പ്? 7 ആള്. കിലോമീറ്ററോ? ഒരു 2 ലക്ഷം. ഇത് എത്ര കൊടുക്കാൻ നമുക്ക് ലാസ്റ്റ്? 2.60. 2.60 ഒരു ഇന്നോവ റെഡ് കളറ് കേരള വണ്ടി. ടയറൊക്കെ അത്യാവശ്യം ഉണ്ടല്ലേ? ഉണ്ട്. അടുത്ത ഷവർലെറ്റ് ഉണ്ടല്ലേ? ഷവർലെറ്റിന്റെ ടവേര 2006 മോഡല്. ഓണർഷിപ്പ് 4. അലൈവിയിലൊക്കെ ഉണ്ട്. ഇത് 1.60. ബ്ലാക്ക് കളറ് ടവേരാണ്. 1.60. ഇത് എത്ര ഓണർഷിപ്പ്? 4 ആള്. സ്കൂൾ ട്രിപ്പ് ഒക്കെ കളിച്ചാൻ പറ്റിയാണ് വണ്ടിയാണ്. ഒരു ചെറിയ ഫാമിലിക്കൊക്കെ 7 സീറ്ററിന് പറ്റില്ല. 1.60 ചെറിയ എമൗണ്ടില്. 2013 മോഡല് ഷിഫ്റ്റ്. 4 ഓണർഷിപ്പ്. 1.25 ഓട്ടം. തട്ടല മുട്ടല ഒന്നുമില്ല. റീപ്ലേസ് ഒന്നുമില്ല. ഡീസലാണ്. VDI 3.20. 3.20. എത്ര ഓണർഷിപ്പ്? 4 ആള്. 4 ആള്. ഡീസൽ VDI. ലോൺ കിട്ടൂല? ലോൺ 2.80 കിട്ടും. 2.80. പെർമനന്റ് ഇറക്കാം. റെഡ് സ്വിഫ്റ്റ്. അടുത്ത വീണ്ടും സ്വിഫ്റ്റിലാ? പെട്രോൾ ഷിഫ്റ്റ്. ഇതിനാല് കാണിച്ചു നോക്കി. 16 മോഡല്. അലവിയിലൊക്കെ ഉണ്ട് വണ്ടി. പെട്രോൾ ആണ്. ഇത് എത്ര ഓണർഷിപ്പ്? ഇത് 3 ആള്. 3 ആളാ? പെട്രോൾ ആണ്. 80 റുപ്യന്റെ അലൈവിയിലുണ്ട്. സീറ്റ് കവറൊക്കെ ചെയ്താൽ വണ്ടിയില്ല? അലൈവിയിൽ കാണിച്ചു നോക്കി. അലവിയിലൊക്കെ അടിപൊളി അലവിയിലാണ്. ഇത് 3.80. അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആണ് വണ്ടിയില്ല? റീപ്ലേസ് ഒന്നും വണ്ടി? ഒന്നുമില്ല. ഇത് ലോണൊക്കെ കിട്ടോ? ഇത് 3.30 ലോൺ കിട്ടും. 50,000 റുപ്യക്ക് ഈ വണ്ടി ഇറക്കാം. അല്ല, വാഗണർ ഓട്ടോമാറ്റിക്. 18 മോഡല് വാഗണർ ഓട്ടോമാറ്റിക് വണ്ടിയില്ല? 1.30 ഓടിക്കണേ.
റീപ്ലേസ്മെന്റ് ഇല്ല. 3 ഓണർഷിപ്പ് അയക്കണം. ടയറൊക്കെ അത്യാവശ്യം ഉണ്ട്. പുതിയ 4 പുതിയ ടയറാണ്. ഓട്ടോമാറ്റിക് ആണ്. ഉള്ളൊക്കെ അത്യാവശ്യം നീറ്റാൻ ക്ലീൻ വണ്ടി. നീറ്റ വണ്ടി. ഇത് ലേഡീസിന് ഉപയോഗിക്കാൻ എപ്പോഴും ആൾക്കാർ ചോദിച്ചു വരുന്ന വണ്ടിയാണ്. റീപ്ലേസ് ചെയ്യുന്ന വണ്ടി ഒന്നുമില്ല. ഇത് എത്ര കൊടുക്കുക ലാസ്റ്റ് കസ്റ്റമർ? 380. 380 അല്ലേ? 3.25 വരെ ലോൺ കിട്ടും. ഇപ്പൊ ചെറിയ എമൗണ്ടിൽ ഈ വണ്ടി ഇറക്കാം. പിന്നെ എല്ലാ വണ്ടിയും നിങ്ങളെ വീഡിയോ കണ്ട് വരുന്നവർക്ക് 5000 10,000 ഒക്കെ നമ്മൾ കുറച്ച് കൊടുക്കും. പിന്നെ ഏത് ചെറിയ വണ്ടിയും വർക്ക്ഷോപ്പ് കൊണ്ടുപോയി കാണിച്ച് മെക്കാനിക്കൽ ഉറപ്പ് വരുത്തിയ ശേഷം വണ്ടി കൊണ്ടുപോകാൻ പാടുള്ളൂ. മാക്സിമം വണ്ടി ചെക്ക് കൊണ്ടതിന് ശേഷം ഉള്ള കംപ്ലൈൻറ്റുകൾ ഞങ്ങൾ സ്വീകരിക്കില്ല. ആ ബോർഡ് കാണിച്ചു കൊടുത്താളി. യൂസ് കാറാണ്. അപ്പൊ നിങ്ങൾ ഫസ്റ്റ് ചെക്ക് ചെയ്തതിനു ശേഷം വണ്ടി എടുക്കുക. ചെറിയ വിലൻ്റെ വണ്ടിയാണ്. പിന്നെയുള്ള കംപ്ലൈന്റ് ഒന്നും ഇതാവില്ലല്ലോ. പിന്നെയുള്ള കംപ്ലൈൻറ്റ് നമ്മളറിയില്ല. കൊണ്ടുപോകുന്നതിന് മുമ്പ് വർക്ക്ഷോപ്പ് കൊണ്ടുപോയി കാണിച്ച് ഒക്കെ ബോധ്യപ്പെട്ട ശേഷം വണ്ടി കൊണ്ടുപോയാൽ മതി. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട മാക്സിമം നമ്മളെ ചാനൽ ഫോളോ ചെയ്ത് കൂടാൻ ശ്രമിക്കുക. ഉടൻ തന്നെ നമ്മളെ പുതിയൊരു വീഡിയോയിൽ കാണാം. ബൈ.